മൊബൈലിൻ്റെ ഹോം ബട്ടൺ ഇതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഇതുപോലെ ഓപ്പൺ ആകും. അതിലൂടെ നമുക്ക് പല കാര്യങ്ങളും സെർച്ച് ചെയ്യാനും കണ്ടെത്താനും ഒക്കെ വളരെ എളുപ്പമാണ്. ഗൂഗിൾ അസിസ്റ്റൻ്റ് നല്ലൊരു ഫീച്ചറുള്ള ഒരു സംഭവം തന്നെയാണ്. എന്നാൽ ഹോം ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെയും സെറ്റ് ചെയ്യാൻ സാധിക്കും. വീഡിയോ തുടർന്ന് കാണുക. എന്തൊക്കെയാണ് നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ടൊരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹോം ലോഞ്ചർ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾക്കൊരു വിഡ്ജറ്റ് പോലെ നിങ്ങൾക്കൊരു ഐക്കൺ കാണാൻ സാധിക്കും ഗൂഗിളിൻ്റെത്. ഇവിടെ വലതുവശത്ത് ഒരു 3 ലൈൻസ് നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ അസിസ്റ്റ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡിവൈസ് അസിസ്റ്റൻസ് ആപ്പ് എന്ന ഭാഗത്ത് ഗൂഗിൾ ആയിരിക്കും സെലക്ട് ആയിട്ടുള്ളത്. നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഹോം ലോഞ്ചർ എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. തുടർന്ന് നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം വീണ്ടും ആ 3 ലൈൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ആപ്സ് എന്നും ഷോർട്ട് കട്ട്സ് എന്നും 2 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിലൂടെ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഈ ഒരു ഹോം ബട്ടണിൽ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ വാട്സപ്പ് ഹോം ബട്ടണിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം സേവ് കൊടുക്കുകയാണ്. ഇപ്പോൾ വാട്സപ്പ് അവിടെ വന്നിട്ടുണ്ട്. വീണ്ടും ഞാൻ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഷോർട്ട് കട്ട് എന്ന ഭാഗം ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ട്രാൻസ്ലേറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം സേവ് കൊടുക്കുകയാണ്. തുടർന്ന് ഓക്കെ കൊടുക്കുകയാണ്. ഇപ്പോൾ ഗൂഗിൾ എന്ന ഭാഗത്ത് തന്നെ നമുക്കിവിടെ ട്രാൻസ്ലേറ്റും വന്നിട്ടുണ്ട്, വാട്സപ്പും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഹോം ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും വാട്സപ്പും അതുപോലെ തന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റും ഞാൻ സെലക്ട് ചെയ്തതൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് ഹോം ബട്ടണിൽ ഏത് ആപ്ലിക്കേഷനും ഏത് സെറ്റിങ്സും നമുക്കിതുപോലെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്പീഡായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഹോം ബട്ടണിൽ തന്നെ ഇതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.